കൃഷ്ണകുമാർ. ഓക്കെ. എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്കൊക്കെ വന്നല്ലോ, എന്താ ഒരു പ്രതീക്ഷയൊക്കെ? ജനങ്ങൾ സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് സൗഹൃദം എന്നുള്ളതൊന്നുമല്ല, അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായിട്ട് സൗഹൃദമുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട ആളുകൾ വ്യക്തമായി ഈ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാകും കേരളത്തിൽ നിന്നുള്ളതാണ് നമുക്ക് പറയാം. അവിടെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു? അല്ല, തെരഞ്ഞെടുപ്പിൽ പല കാര്യങ്ങളും ചർച്ചയാവുന്ന കൂട്ടത്തിൽ പണക്കൊഴുപ്പുകളും ചർച്ചയാവും, സ്ഥാനാർത്ഥിയുടെ ലാളിത്യവും ചർച്ചയാവും. അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ്. ഓക്കെ, അതാ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവരൊക്കെ സുഹൃത്തുക്കളാണോ? ഇത് ചേട്ടന്റെ പേര്? ഞാൻ ജയപ്രകാശ്. കേൾക്കാം. അല്ല, ഇവരൊക്കെ നമ്മൾ ഇവിടെ വരുന്ന സ്ഥിരമായി നമ്മൾ കാണുന്ന ആളുകളാണ്. അവരൊക്കെ പല സ്ഥലത്തുള്ള ആളുകളാണ്. താമസം? അല്ല, ഞാൻ പാലക്കാടാണ്. പാലക്കാടാണ്. അപ്പൊ തിരുവനന്തപുരത്ത് എത്തിയത് കമ്മിറ്റി. ഓക്കെ, ശരി. അപ്പൊ എങ്ങനെയാ പ്രചാരണത്തിലൊക്കെ സജീവമാണോ? ഞങ്ങള് സർക്കാർ ഓക്കെ സർക്കാർ. ഓക്കെ. ചേട്ടന്റെ പേര്? നാരായണൻ കുഞ്ഞിക്കണ്ണൂത്ത്, കണ്ണൂരാണല്ലേ? കണ്ണൂരത്തെ ഒരു രാഷ്ട്രീയ ചൂട് തിരുവനന്തപുരത്ത് പ്രതിഫലിക്കുന്നുണ്ടോ? കണ്ണൂരിനേക്കാളും കൂടുതൽ ചൂട് ഇവിടെയാണ് പ്രതിഫലിക്കുന്നതാണ് അഭിപ്രായം. ആണല്ലേ? കാരണം നവമാധ്യമങ്ങളിലൊക്കെ തിരുവനന്തപുരമാണ് കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് കാണുന്നത്. ഈ നവമാധ്യമങ്ങൾ വല്ലാണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് സ്വാധീനിച്ചു തുടങ്ങിയോ? വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ ജനറേഷന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന നവമാധ്യമങ്ങൾ തന്നെയാണ് അവിടെ. കാരണം തെറ്റിദ്ധരിപ്പിക്കാനും സാധ്യതയുണ്ട്, എങ്കിലും അവിടെ അത് യാഥാർത്ഥ്യം തിരിച്ചറിയാനും നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ എന്തായാലും സഖാരോട് സംസാരിക്കട്ടെ. ശരി. അപ്പം ഇവരുടെയൊക്കെ ഒരു പിന്തുണ അത് വലുതല്ലേ സഖാവ്? രാവിലെ മുതൽ തന്നെ കാണാൻ വരുന്നു. അല്ല, അതിൻ്റെ ഒരു കാര്യം എന്താ ചോദിച്ചാൽ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് ഇങ്ങോട്ട്. നിങ്ങളൊരാളെ കണ്ടാൽ അയാളോട് അങ്ങോട്ട് നിങ്ങൾ ലോക്യം പറയാം, തിരിച്ചിങ്ങോട്ട് കിട്ടും. നിങ്ങൾ കണ്ടാൽ ബലം പിടിച്ചാലോ അവർ നിങ്ങളെ കൂടെ വരേണ്ട പല കാര്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഓരോരുത്തരും വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം അംഗീകരിച്ച് പെരുമാറുക എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യമാണ്. അതൊരു ബാലപാഠമാണ്. ആ ബാലപാഠമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. മനുഷ്യർ നമ്മളോടിങ്ങനെ കണ്ടാൽ നമ്മൾ ഹായ് പറയുമ്പോൾ ഇങ്ങോട്ട് ഹായ് പറയണമെങ്കിലോ നമ്മളും അവരും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ആ ബന്ധമാണ് ആദ്യം സൃഷ്ടിക്കേണ്ടത്. പൊതുപ്രവർത്തകർ ആദ്യം വേണ്ടത് അവരവർ ഒരു ബലം പിടിക്കാതെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒന്ന് അലിയെവിടെ? ഇതാണ് നമ്മളെ ചായ കുടിയുടെ സ്ഥലം. ഇവിടെ അലിയുണ്ട്. ഇത് അലി വരുന്നുണ്ട്. അലി പിന്നെ ബംഗാളുകാരനാ, പക്ഷെ എന്റെ അടുത്ത സുഹൃത്താ. മലയാളം അറിയോ അലിക്ക്? കുറച്ച് മലയാളം അറിയോ? അറിയില്ല. കോമ്രേഡിനെ പരിചയപ്പെട്ടിരുന്നു. എത്ര നാളായി പരിചയം? कितने साल से जानते हो कॉमरेड को? अभी इधर 7 महीने से काम कर रहे हैं. 7 महीने से. अच्छा, रोज दिन आता है? हाँ, चाय पीने के लिए. നല്ല പയ്യനാ. അപ്പൊ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു മലയാളി ഇതാ വേറൊരുത്തനതാ. ഇതൊക്കെ ഈ കുട്ടികളൊക്കെ നമ്മൾ ഇവിടുത്തെ നമ്മളുമായിട്ട് ഇടപഴകി നിൽക്കുന്ന കുട്ടികളാണ്. അവർക്കറിയാം. പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് അറിയാം. എന്റെ ചായ ഇവർക്ക് എനിക്ക് ഒരു മധുരം കുറച്ച്. അതെന്താ വേണ്ടേ? എന്താ എനിക്കെന്തോ എന്താ അവിടെ മൂന്ന് ചായ പൊടി, മീഡിയം ചായ 3. നിങ്ങൾക്ക് ചായ വേണോ? 3. അപ്പം ശരി. അപ്പൊ ഇതാണ് അത്. ആ ചായ അല്ലേ? ആദ്യം പാത്രവായന. അതെ. അത് കഴിഞ്ഞിട്ട് നേരെ നടന്നിറങ്ങി ചായ കുടിക്കും. അപ്പൊ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ചായ ആളുകളായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഓഫീസിൽ പോയി, അല്ല മുറിയിൽ പോയിട്ട് അവിടുന്ന് പിന്നെ ഒരുപാട് ഫോണ് വിളി. രാവിലത്തെ ഫോണ് വിളിയും അത് എന്തെങ്കിലും അടിയന്തരമായ മെസ്സേജ് ഉണ്ടെങ്കിൽ അത് നോക്കണല്ലോ. അപ്പൊ ഫോണ് വിളി ആദ്യം തുടങ്ങുന്നത് എൻ്റെ ഭാര്യനെ ആദ്യം ഒന്ന് വിളിക്കും. അതാണ് ഫസ്റ്റ്. ഭാര്യനെ വിളിക്കും. പിന്നെ അതിനുശേഷം പിന്നെ അത്യാവശ്യമുള്ള വിളികൾ മുഴുവൻ നടക്കും. കാരണം നമ്മളിങ്ങനെ ഒരു പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവളെ ഒറ്റയ്ക്ക് താമസിക്കല്ലേ. അപ്പോൾ അവൾക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ കാണില്ല. രാവിലെ ഫോൺ കിട്ടിയില്ലെങ്കിൽ അപ്പം അങ്ങനെ ഒരു ഫോൺ വിളി അതോടുകൂടി തുടങ്ങും. അപ്പം അങ്ങനെ പിന്നെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ പ്രവർത്തനത്തിൻ്റെ വഴിയിലേക്ക് അത് പിന്നെ ഓരോന്നിനനുസരിച്ചും അങ്ങനെ ഉണ്ടാവും. നമസ്തേ. കുറച്ച് ദിവസമായാലും കാണാതെ. എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ പരിചയക്കാരായിരിക്കുമല്ലോ അല്ലേ?
ലെമൺ ടീ ആണോ രാവിലെ? ലെമൺ ടീയാ. ലെമൺ ടീ ആണ്. ലെമൺ ടീ. അതിനെന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത് ലെമൺ ടീ ആണ് എനിക്ക് രാവിലെ ഒന്ന് ഇഷ്ടമായി വന്നത്. അതുകൊണ്ട് മധുരം ഇടില്ലേ? ലെമൺ ടീ കഴിക്കുമ്പോൾ മധുരം ഇടും. അല്ലാത്ത ഞാൻ ബ്ലാക്ക് ടീ കഴിക്കുമ്പോൾ മധുരം ഇടില്ല. ഷുഗറിൻ്റെ ഒരു കുഴപ്പമൊന്നും എനിക്കില്ല. ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ നമസ്കാരം. ഇതെന്താന്ന് നമ്മൾ കുറച്ച് സ്ഥലം ഏറ്റുമുട്ടിയിട്ട് അത് കുഴപ്പമില്ല. ഇങ്ങനെ പരിചയക്കാര് രാവിലെ ഇവിടുത്തെ കുറേ വർത്താനൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ ദിവസവും രാവിലെ. അതെ, അത് നമുക്ക് രാവിലെ പറയുന്നത് പറഞ്ഞാൽ അതല്ലേ സൗഹൃദ സംഭാഷണം എന്ന് പറയുന്നത്. ഈ സൗഹൃദ സംഭാഷണങ്ങളിൽ കൂടി ഒരു അസാധാരണമായ ബന്ധം വളർത്തിയെടുക്കല്ലേ നമ്മൾ. രാവിലെ എന്തായി കഴിക്കുന്നത്? ഓ അത് ശരി, ആ പ്രാവിന്റെ ഭക്ഷണം. അത് അത് നല്ല. അതെ അല്ല ആര് ആണോ? പിന്നെ രാവിലെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക. ഓക്കെ. അപ്പൊ പ്രാവുകൾക്ക് നായകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ രാവിലെ തന്നെ? അവിടെ ഞങ്ങള് കോർപ്പറേഷൻ പിടിച്ചോണ്ട് പോയി എന്നെ തിരിച്ച് ബെൽറ്റ് ഇട്ട് പ്രസ് ക്ലബിന്റെ ബെൽറ്റ് ഇട്ട് ഇവിടെ തിരിച്ചുകൊണ്ടാക്കി. അതാണ്